ശ്യാംകുമാർ കൂടി ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മോടൊപ്പം ചെയ്യുന്നു. ശ്യാമ, ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട മുതൽ തുടങ്ങിയതാണ്. പിന്നീട് നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ വേദാന്തയിലെ ഓട്ടം കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഓരോരുത്തരായി ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഒടുക്കം വേടൻ, കൃത്യമായ ഒരു ലിസ്റ്റ് ഈ സെലിബ്രിറ്റി ലോകത്തെ ശോഭ കെടുത്തുന്ന ലഹരിക്കാരുടെ ലിസ്റ്റ് പോലീസിന്റെയും എക്സൈസിന്റെയും പക്കൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായും ജാമ്യത്തിന് അർഹതയുള്ള കേസാണ്. ജാമ്യം വിട്ട് മെഡിക്കൽ പരിശോധനയിൽ ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് ഈ സെലിബ്രിറ്റി ലോകത്തെ ലഹരി കീഴടക്കുമ്പോൾ ഇതിന്റെ പിന്നിലാര്, ഇവർക്ക് കൃത്യമായി സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ആര്, അങ്ങനെ ഒരു വിശാലമായ അന്വേഷണത്തിലേക്ക്, ഒരു വിശാലമായ സോഷ്യൽ കോണ്ടെക്സ്റ്റിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ട കേസ് കൂടിയല്ലേ ഷാമിത? സുഹൈലെ, ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് മലയാളത്തിൽ പ്രത്യേകിച്ച് യുവാക്കളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന ഒരാൾ, അയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് തെളിവ് സഹിതം പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് കേരള പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള പോലീസിന്റെ കയ്യിൽ മാത്രമല്ല, എക്സൈസിന്റെ കയ്യിലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ 15-20ലധികം സിനിമാ താരങ്ങളും ഈ റാപ്പ് അങ്ങനെയുള്ള പാട്ട് പാടുന്ന ആളുകളുടെയും ഒക്കെ ലിസ്റ്റ്, അത് സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് തന്നെ കയ്യിലുണ്ട്. അതിൽ ഉൾപ്പെട്ട ആളുകളെയാണ് പലപ്പോഴും ഇപ്പോൾ പോലീസും എക്സൈസും ഒക്കെ പിടികൂടി വരുന്നത്. ഇതിൽ പലരും ഇപ്പോഴും പിടികൂടാതെ ഇരിക്കുന്നത് ഇവരെ പിടികൂടിയാൽ സ്വന്തം പണി പോകുമോ എന്നുള്ള പേടി പോലീസിനും എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതിൽ പലരും പേരുകേട്ട ഗായകരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേജിലെ ഊർജ്ജത്തിന് വേണ്ടി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഈ പിടികൂടിയ വേടനും കുറച്ചു മുമ്പ് നൽകിയ മൊഴിയിൽ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറില്ല, പക്ഷേ പരിപാടികൾക്ക് മുൻപും മറ്റും പോകുമ്പോൾ ഈ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് മൊഴി നൽകിയത്. അത് കൂട്ടുകാരുമായി ഇരുന്നപ്പോൾ, 9 പേരുമായി ഇരുന്നപ്പോൾ ലഹരി ഉപയോഗിച്ചു, അതിനുവേണ്ടി കൊണ്ടുവന്ന ലഹരിയാണ് എന്നും ഇയാൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മലയാളികളെ, പ്രത്യേകിച്ച് യുവാക്കളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന, സ്റ്റേജ് ഷോകൾ നടത്തുന്ന, പിന്നണിയിൽ പാടുന്ന പലരും ലഹരിയുടെ സ്ഥിരം ഉപയോക്താക്കളാണ് എന്നുള്ള വിവരം പോലീസിന്റെയും എക്സൈസിന്റെയും കൈവശമുണ്ട്. അതിന്റെ പട്ടിക തന്നെ തിരിച്ചവർ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ എന്ന് വേടന്റെ പേരൊന്നും പറയാനാകില്ല, ഇനിയും ചിലരെ പോലീസും എക്സൈസും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അത് ഇതിലും വലിയ പേരുകളാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ തെളിവുകളോടെ പിടികൂടുന്നതിനാണ് പോലീസ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ലഹരി ബൂസ്റ്റർ ഉണ്ടെങ്കിലേ പ്രതിഭ വിരിയൊന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. ഇതൊരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. ഇനിയും ആളുകളുടെ പട്ടിക പോലീസിന്റെയും എക്സൈസിന്റെയും പക്കലുണ്ട്. തൊണ്ടിയോടെ പൊക്കും. ആൾക്കൂട്ടത്തിനിടെ ലഹരിക്കെതിരെ സംസാരിച്ച് തനിച്ചിരിക്കുമ്പോൾ ലഹരിയുടെ ലോകത്തേക്ക് വിരിയുന്നവരോട് ഇത് ചതിയാണ്, ഈ ഇൻഡസ്ട്രിയോട് നിങ്ങൾ ചെയ്യുന്ന കൊടും ചതിയാണ്.